പാലക്കാട് നഗരസഭ നിർമ്മിക്കുന്ന ഭൗതിക ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേരിടുന്നതിനെ ചൊല്ലിയുള്ള വിവാദത്തിൽ ബിജെപിയിലും ഭിന്നത ഉയരുകയാണ്. RSSൽ നിന്ന് അനുമതി വാങ്ങിയിട്ടില്ലെന്നും കൂടിയാലോചന നടത്താതെ എടുത്ത തീരുമാനം അനവസരത്തിലായിപ്പോയെന്നും ഒരു വിഭാഗം വിമർശിക്കുന്നു. നടപടികളുമായി മുന്നോട്ടു പോകാനാണ് അതേസമയം നഗരസഭയുടെ നീക്കം. പാലക്കാട് നഗരസഭയിലെ ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിലെ RSS സ്ഥാപക നേതാവ് KB ഹെഡ്ഗേവാറിന്റെ പേരിട്ടതിനെതിരെ UDF LDF പ്രതിഷേധം നിലനിൽക്കെയാണ് BJPയിൽ പാളയത്തിൽ പട പുകയുന്നത്. ഹെഡ്ഗേവാറിന്റെ പേര് വിവാദമാക്കിയത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. ഹെഡ്ഗേവാറിന്റെ പേര് നൽകണമായിരുന്നെങ്കിൽ പാർട്ടി നേതൃത്വത്തിന്റെ മുൻകൂർ അനുമതി വേണം. എന്നാൽ അത് ഉണ്ടായില്ലെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. നഗരസഭാ അധ്യക്ഷയും ഉപാധ്യക്ഷനും അടങ്ങിയ ഒരു വിഭാഗം BJP കൗൺസിലർമാർ മാത്രമാണ് തീരുമാനമറിഞ്ഞത്. BJPയിലെ മറ്റ് കൗൺസിലർമാരെ ഇക്കാര്യം അറിയിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. ഒരു സ്ഥാപനത്തിന് പേര് നൽകുമ്പോൾ സാങ്കേതികമായി പാലിക്കേണ്ട കാര്യങ്ങൾ നഗരസഭ പാലിച്ചില്ല. നിലവിലെ തീരുമാനം പദ്ധതിയുടെ നടത്തിപ്പിനെ തന്നെ ബാധിക്കുമെന്നും ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ BJP ജില്ലാ അധ്യക്ഷൻ നടത്തിയ ഭീഷണി പ്രസംഗത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് കോൺഗ്രസിൽ ഉയരുന്നത്. പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റി SP-ക്ക് പരാതി നൽകി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്നും കാലും കൈയും വെട്ടി എറിയുമെന്നും രാജ്യത്തെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ തന്തയ്ക്ക് പറയുന്ന സമീപനവും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയെ തന്തയ്ക്ക് വിളിക്കലും രാജീവ് ഗാന്ധിയെ തള്ളയ്ക്ക് വിളിക്കുന്ന അങ്ങനത്തെ സംസ്കാരശൂന്യമായ ഭാഷയാണ് ഉപയോഗിച്ചത്. അതേസമയം പേരിനെ ചൊല്ലി പോര് തുടരുമ്പോൾ പേര് മാറ്റില്ലെന്ന നിലപാടിലാണ് നഗരസഭ. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.